പശ്ചിമേഷ്യൻ സംഘർഷം ഒഴിവാക്കാനുള്ള തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചന. 11-ന് ഇസ്ലാമാബാദിൽ ചർച്ച നടക്കുമെന്നാണ് സൂചന. അതേസമയം തന്നെ ഇസ്രായേൽ ചാരസംഘടന മൊസാദ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അടക്കം കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടുവെന്ന വാർത്ത ശരിവെക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. വി വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഇറാന്റെ പ്രധാന നേതാക്കളെ അടക്കം കൊല്ലാൻ ഇസ്രായേൽ ശ്രമിച്ചു എന്ന വിവരങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ മധ്യസ്ഥത നടത്തുന്ന പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും ലക്ഷ്യമിട്ടു എന്ന വിവരങ്ങൾ വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇസ്രായേൽ ഒരു തരത്തിലും ഈ സമാധാന കരാറിനെ പിന്തുണയ്ക്കില്ല, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നില്ല. അവർ ഇറാനെ അവസാനിപ്പിക്കുക എന്നൊരു നിലപാടിൽ തന്നെ നിൽക്കുന്നു. ലെബനനെ ആക്രമിക്കുക, സിറിയയെ ആക്രമിക്കുക, ആ തരത്തിൽ ഉള്ള ഒരു അഗ്രസീവായിട്ടുള്ള സമീപനം, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് നേരെ അവർക്ക് തുടർച്ചയായ ആക്രമണം നടത്തണമെന്ന താല്പര്യം, ഇത് ഇസ്രായേലിൻ്റെ അസ്തിത്വത്തെ, അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. നെതന്യാഹു അങ്ങനെ ഒരു നിലപാടിലാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നത്. ട്രംപുമായി ഉരസുന്നത് പോലും ഇതിൻ്റെ പേരിലാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഒരു തരത്തിലും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല, അവർക്കതിന് താല്പര്യമില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പെൻറ്റഗൺ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് ഇങ്ങനെ ഈ രാഷ്ട്രീയ നേതാക്കളെ കൊലപ്പെടുത്താൻ, അത് മധ്യസ്ഥ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ, ഇപ്പോൾ ഷഹബാസ് ഷെരീഫിനെ മാത്രമല്ല പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസം മുനീറിനെ ഉൾപ്പെടെയുള്ള നേതാക്കളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നു. ഇങ്ങനെ ഈ മധ്യസ്ഥം നിന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളെ ഇല്ലായ്മ ചെയ്യുക, അങ്ങനെ ഒരു നിലയിലേക്ക് ഇസ്രായേൽ പോകുന്നു. ഇതിനിടയിലാണ് വീണ്ടും ചർച്ചകൾക്ക് സാധ്യത തുറക്കുന്നു എന്ന നിലയിലുള്ള പുതിയ വിവരങ്ങൾ വരുന്നത്. ഇസ്ലാമാബാദിൽ 11-ന് വീണ്ടും ചർച്ച നടക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ 9-ന് ഖമേനിയുടെ സംസ്കാരം, അത് കഴിഞ്ഞ് 11-ന് മറ്റൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അവിടെ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്. ഇറാൻ ആണവശക്തി ആകരുത് എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള പരിശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇങ്ങനെ JD വാൻസ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ സ്വിറ്റ്സർലാൻഡിൽ കരാർ ഒപ്പിടുകയും ആ കരാർ 60 ദിവസത്തെ മറ്റൊരു ചർച്ചയിലേക്ക് പോവുകയും ആയിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും സംഘർഷമുണ്ടായത്. ഇറാൻ 2 കപ്പലുകളെ ആക്രമിക്കുന്നതും അമേരിക്കയുടെ ആക്രമണം തിരികെ ഇറാനിലേക്ക് ഉണ്ടാകുന്നത്. പക്ഷേ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഖമേനിയുടെ സംസ്കാരത്തിന് പോലും മുസ്തഫ ഖമേനി എത്തില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരുപക്ഷേ ഇസ്രായേൽ ഇങ്ങനെ ഒരു സമീപനം കൈക്കൊള്ളും. നേതാക്കളെ വകവരുത്തുന്നതിന് മൊസാദ് ലക്ഷ്യം വെച്ച് ഇറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ അത് അമേരിക്ക തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്. രേണുക, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.